ഇന്ന് സന്ധ്യാസമയം. ഞാൻ എങ്ങനെയാണ് ഭഗവാന്റെ മുമ്പിൽ വിളക്ക് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ വീട്ടിലും ഞാൻ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുന്ന ഒരാളൊന്നുമല്ല. പൊതുവെ അമ്മയോ അച്ഛനോ അനിയനോ ആരെങ്കിലും ആയിരിക്കും വിളക്ക് കത്തിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ഇവർക്കൊന്നും പറ്റാത്ത സമയങ്ങളിൽ ഞാൻ വിളക്ക് കത്തിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് അവരെല്ലാം ബിസിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടെ അത് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് വീഡിയോ എടുത്തത്. ചെറുപ്പത്തിലല്ലേ, ചെറിയ കുട്ടിക്കാലം തൊട്ട് തന്നെ നാമവും ചൊല്ലി വിളക്കൊക്കെ കത്തിച്ച് പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു ഞങ്ങളുടേത്. അപ്പം അന്ന് അമ്മ വിളക്ക് കത്തിക്കുമ്പം സഹസ്രനാമങ്ങളും മറ്റു നാമങ്ങളൊക്കെ ചൊല്ലാറുണ്ടായിരുന്നു. ഞാൻ വിളക്ക് കത്തിക്കാൻ തുടങ്ങിയ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു കാര്യമാണ് തീപ്പെട്ടി. അതെങ്ങനെ കത്തിക്കും, അല്ലെങ്കിൽ കാല് പൊള്ളുവോ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്നു. തീയെ കുറച്ചൊരു പേടിയുള്ള ആളാണ് ഞാൻ. അങ്ങനെയാണ് ലൈറ്റർ ഉപയോഗിച്ച് കൈവിളക്കിൽ കത്തിച്ച് പിന്നെ വിളക്കിലേക്ക് ദീപം പകരാമെന്ന് വിചാരിച്ചാണ് പിന്നെ വിളക്ക് കത്തിക്കാനായിട്ട് തുടങ്ങിയത്. നിത്യം തൊഴിൽ അഭ്യാസം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ചെയ്ത് എനിക്ക് ശീലമായ ഒരു കാര്യമാണ് വിളക്ക് കത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് അതിൽ എനിക്കൊരു പേടിയില്ല, അല്ലെങ്കിൽ ഇന്ന് ഭദ്രദീപം തെളിയിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. എന്നെയും കൊണ്ടും ഇത് പറ്റുമല്ലോ എന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ കത്തി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ ബേസിക്കലി ഒരു സംഗീതം പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പം സഹസ്രനാമങ്ങളും സങ്കീർത്തനങ്ങളൊക്കെ ചെല്ലുമെങ്കിൽ തന്നെയും അതിൻ്റെ കൂടെ തന്നെ ഞാൻ കൂടുതലും കീർത്തനങ്ങളൊക്കെ പാടാറുണ്ട്. അപ്പോൾ ഇന്ന് പാടിയൊരു കീർത്തനം നിങ്ങളെ കേൾപ്പിക്കാം. പാപമോ